ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ചില കോട്ടയം വിശേഷങ്ങൾ. വോട്ടെണ്ണൽ തീയതി അടുക്കുമ്പോഴേക്കും കോട്ടയത്തുള്ള ഓരോ കേരള കോൺഗ്രസ്സുകാരുടെയും നെഞ്ചി തീയ. കാരണം അവരെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രാൻസിസ് ജോർജിന്റെ കാര്യം തന്നെ എടുക്കുക. ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജ് ജയിച്ചില്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് പിന്നെ കോട്ടയം ജില്ലയിൽ പ്രസക്തിയേ ഉണ്ടാവുകയില്ല. ഇത്തവണ തന്നെ കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കെ സുധാകരൻ പരസ്യമായി പ്രസ്താവിച്ചിരുന്നു ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പിനല്ല എന്ന്. അവസാന സമ്മർദ്ദ തന്ത്രത്തിലൂടെ വാങ്ങിയെടുത്താണ് ഈ സീറ്റ്. അതുകൊണ്ട് ആ സീറ്റ് ജയിച്ചില്ലെങ്കിൽ വീണ്ടും ആ സീറ്റ് ഒരു കാരണവശാലും കോൺഗ്രസ് വിട്ടുകൊടുക്കുകയില്ല. അതിനുപരി കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ജോസഫ് ഗ്രൂപ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്. കോട്ടയത്ത് ഏതാനും ചില പോക്കറ്റുകളിൽ അല്ലാതെ അവർ കാര്യമായ സ്വാധീനമില്ല. കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസ് MLA മോൻസ് ജോസഫിന്റെ കടുത്തുരുത്തിയിൽ പോലും പല പഞ്ചായത്തുകളും ഭരിക്കുന്നത് കേരള കോൺഗ്രസ് എം. ഇത്തവണയും ഒരു സംശയവും വേണ്ട, ലോക്സഭാ ഇലക്ഷനിൽ കടുത്തുരുത്തിയിൽ LDF ലീഡിംഗ് ആയിരിക്കും, ഒരു സംശയമില്ല. ഉപരി ഫ്രാൻസിസ് ജോർജ് ജയിക്കണമെന്ന് മോൻസ് ജോസഫിന് യാതൊരു താല്പര്യവുമില്ല. ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജ് ജയിച്ചാൽ പാർട്ടിയിലെ തൻ്റെ മേധാവിത്വം നഷ്ടമാവുകയില്ലേ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. തീർച്ചയായിട്ടും പുതുപ്പള്ളി ഉൾപ്പെടുന്ന മറ്റു പല മണ്ഡലങ്ങളിലും UDF ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഓർക്കണം, ഫ്രാൻസിസ് ജോർജിന്റെ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ് എത്രമാത്രം ആത്മാർത്ഥമായി വോട്ട് ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കും. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് കോൺഗ്രസുകാർ പ്രകടമാക്കിയ നിഷ്ക്രിയത്വമല്ലേ എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDFന് മുൻതൂക്കമുള്ള ഏറ്റുമാനൂർ, വൈക്കം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് നിരക്ക് കൂടുതലുമായിരുന്നു. അത് UDF കേന്ദ്രങ്ങളെ ആശങ്കാകുലരാക്കുന്നുണ്ട്. ഇതാണ് ജോസഫ് ഗ്രൂപ്പിന്റെ അവസ്ഥയെങ്കിൽ ഇതിനേക്കാൾ കഷ്ടമാണ് മാണി ഗ്രൂപ്പിന്റെ അവസ്ഥ. കേരള കോൺഗ്രസ് എമ്മിന്റെ ഈ ജില്ലവെന്ന് പറയുന്നത് കോട്ടയം ജില്ലയാണ്. അത് പാലയാണെങ്കിലും കടുത്തുരുത്തി ആണെങ്കിലും MLA ഇല്ലതേ ഉള്ളൂ, അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെ. ഈ ലോക്സഭാ ഇലക്ഷൻ ജയിക്കാനായില്ലെങ്കിൽ LDFിലുള്ള അവരുടെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമാവുകയാണ്. UDFിലായിരുന്നപ്പോ 1,06,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാൻ കഴിഞ്ഞ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് LDFിലായിരിക്കുമ്പോൾ ജയിക്കുവാൻ പോലും സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കുക തന്നെ ചെയ്യും. ഒരു മാറ്റത്തിന്റെ തുടക്കം അവിടെ നിന്ന് ആരംഭിച്ച് കൂടായില്ല. ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കാം, പാലാ ഇലക്ഷൻ നടന്ന നാടകീയ സംഭവങ്ങളാണ് കേരള കോൺഗ്രസ് എം UDF വിട്ട് LDFിലേക്ക് പോകാൻ കാരണം. മുന്നണി മാറ്റം പിന്നീട് ഉണ്ടായതാണെങ്കിൽ പോലും അടിസ്ഥാനപരമായ കാരണം പാലാ ഇലക്ഷൻ തന്നെയാണ്. എന്ന് പറയുന്നത് പോലെ കോട്ടയം ലോക്സഭാ സീറ്റ് നിലനിർത്തുവാൻ LDF മുന്നണിയിൽ നിന്ന് സാധിക്കുന്നില്ല എങ്കിൽ മറിച്ചൊരു ചിന്ത ഉണ്ടാവാനും മതി. അതോടൊപ്പം തന്നെ LDFിലേക്ക് വന്നതിന് ശേഷമുള്ള തിക്തമായ ഒരുപാട് അനുഭവങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങും. കാര്യം പറഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് കാര്യമായ പരിഗണന ലഭിച്ചിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്. പക്ഷേ 99 സീറ്റോടുകൂടി LDF അധികാരത്തിൽ വന്നപ്പോ കൂടെ നിന്ന കേരള കോൺഗ്രസ് എമ്മിന് വേണ്ട പരിഗണന ലഭിച്ചോ എന്ന് പല പ്രവർത്തകർക്കും ഇപ്പോഴും സംശയമുണ്ട്. ഉദാഹരണത്തിന് മന്ത്രിമാരെ നിശ്ചയിച്ചപ്പോ 2 മന്ത്രിമാർ പ്രതീക്ഷിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു, 1 ലഭിച്ചുള്ളൂ. ലഭിച്ച മന്ത്രിക്ക് തന്നെ നല്ല ഒരു വകുപ്പ് ലഭിച്ചില്ല. ധനവകുപ്പ് മന്ത്രി KM മാണിയുടെ പിന്മുറക്കാരാണെന്ന് ഓർക്കണം. അവിടെ തുടങ്ങി ഇങ്ങോട്ട് പരിണതപ്രജ്ഞനായ ശ്രീ തോമസ് ചാഴികാടന് പാലായിൽ വെച്ചുണ്ടായ അനുഭവം വരെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവയെല്ലാം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങും. ഒരുപക്ഷെ ഈ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അങ്ങനെ എല്ലാം കൊണ്ടും 2 കേരള കോൺഗ്രസുകൾക്കും വളരെ നിർണായകമായ ജീവൻ മരണ പോരാട്ടമാണ് കോട്ടയം ലോക്സഭാ ഇലക്ഷൻ.